സ്റ്റുഡൻസ്, റേ ഒപ്റ്റിക്സിലെ പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈറ്റ് കാണിക്കുന്ന ഫിനോമിനകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റിഫ്ലക്ഷൻ ബൈ എ പ്ലെയിൻ സർഫസും റിഫ്ലക്ഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ലൈറ്റ് കാണിക്കുന്ന അടുത്ത ഫിനോമിനയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ പാതയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനത്തെ വിളിക്കുന്ന പേരാണ്, ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ബെൻഡിങ് സംഭവിക്കുക. ബെൻഡിങ് സംഭവിക്കാനുള്ള കാരണം ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ അതിന്റെ വേഗതയിൽ വ്യത്യാസം വരുന്നത്. ഈ വേഗതയിലുള്ള വ്യത്യാസം കാരണമാണ് ബെൻഡിങ് നമുക്ക് അനുഭവപ്പെടുന്നത്. നോക്കൂ, ഞാനിവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് കടക്കുന്ന ഒരു റേ ഡയഗ്രമാണ് വെച്ചിട്ടുള്ളത്. എയറിൽ നിന്ന് PQ എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേ വാട്ടറിന്റെ സർഫസിൽ വന്ന് വീണിട്ടുണ്ട്. അതിനുശേഷം ആ ലൈറ്റ് വാട്ടറിന്റെ ഉള്ളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് ആംഗിളിൽ വന്നു പതിച്ചു എന്ന് പറയണമെങ്കിൽ അവിടെ സർഫസിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. കാരണം അതിനെ റിഫ്ലക്ഷനിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. N എന്നാണ് അതിന് സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഈ പെർപെൻഡിക്കുലറുമായി ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിടിക്കുന്ന ലൈറ്റ് എത്ര ആംഗിൾ ഉണ്ടാക്കിയെന്നും തിരിച്ച് ഇറങ്ങിപ്പോകുന്ന ലൈറ്റ്, രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ലൈറ്റ് എത്ര ആംഗിളിലാണ് ഇറങ്ങിപ്പോയി എന്നെല്ലാം പറയാൻ പറ്റുകയുള്ളൂ. But there is a reference line perpendicular to the refracting surface. വന്നിടിക്കുന്ന ലൈറ്റും നോർമലും ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറങ്ങിപ്പോകുന്ന ലൈറ്റും PQR എന്ന് എഴുതാം. നോർമലും ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് സഞ്ചരിക്കുമ്പോൾ എയർ വാട്ടർ ഇന്റർഫേസിൽ വെച്ച് മീഡിയം മാറുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് ലൈറ്റ് സഞ്ചരിക്കേണ്ട യഥാർത്ഥ പാതയിൽ നിന്ന് അത് വളയും. ചിലപ്പോൾ നോർമലിന്റെ അടുത്തേക്ക് വളയും, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകും. എന്തായാലും ഒരു ബെൻഡിങ് സംഭവിക്കും, മീഡിയം മാറുകയാണ്. ദാറ്റ് ബെൻഡിങ് ഓഫ് ലൈറ്റ് when light travels from one medium into another medium, generalize ചെയ്തിട്ട് പറയണം. When light travels from one medium into another medium is known as refraction. ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ മീഡിയം മാറുന്ന സ്ഥലത്ത് വെച്ച് ലൈറ്റിന്റെ പാതയ്ക്ക് വ്യതിയാനം, ബെൻഡിങ് സംഭവിക്കും. ആ ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. എവിടേക്ക് ബെൻഡ് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ഏത് മീഡിയത്തിലൂടെ ലൈറ്റ് വരുന്നു എന്നും ഏത് മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. രണ്ട് മീഡിയത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ അത് നോർമലിന്റെ അടുത്തേക്ക് വളയും, ചിലപ്പോൾ അത് നോർമലിൽ നിന്ന് അകലേക്ക് പോകുവാനും സാധ്യത ഉണ്ട്. ഞാൻ വരച്ചിരിക്കുന്നത് എയറിന്റെയും വാട്ടറിന്റെയും സ്പെഷ്യൽ കേസ് ആണ്. അപ്പോൾ അത് എവിടേക്ക് ബെൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. കാരണം വാട്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എവിടേക്ക് ബെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനം, എയറുമായി താരതമ്യം ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഞാൻ നോർമലിന്റെ അടുത്തേക്ക് വരച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രോസസ് റിഫ്രാക്ഷൻ ആയിരിക്കണമെങ്കിൽ അത് രണ്ട് നിയമങ്ങൾ അനുസരിക്കണം. ഒന്ന്, ഇൻസിഡന്റ് റേയും, ഇൻസിഡന്റ് റേ ഏതാണ്? PQ. റിഫ്രാക്റ്റഡ് റേയും, റിഫ്രാക്റ്റഡ് റേ ഏതാണ്? QR. നോർമലും N. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഷുഡ് ബി ഇൻ സെയിം പ്ലെയിൻ. മൂന്നാളുകളെയും ഒരൊറ്റ പ്രതലത്തിൽ വരയ്ക്കാൻ സാധിക്കണം. ഇത് വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് റിഫ്രാക്ഷൻ ആയിരിക്കാം, ഒന്നാമത്തെ സാധ്യതയാണ്. രണ്ടാമത്തെ നിയമമാണ്
പറഞ്ഞിരിക്കുന്ന പ്രോസസ് റിഫ്രാക്ഷൻ ആണോ എന്ന് ഉറപ്പിക്കുന്നത്. റിഫ്രാക്ഷൻ ആണോ എന്ന് ഉറപ്പിക്കുന്ന നിയമത്തിന്റെ പേരാണ് സ്നെൽസ് ലോ. ഒരു പ്രോസസ് റിഫ്രാക്ഷൻ ആണോ എന്ന് തീരുമാനിക്കുന്ന നിയമമാണ് സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റിക്കൊടുത്താൽ, ഒന്നുകിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുപോയാൽ അതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ വിലയിൽ മാറ്റം സംഭവിക്കും. ഐ കൂട്ടിയാൽ അതിനനുസരിച്ച് ആറിലും വർധനവുണ്ടാവും, ഐ കുറച്ചാൽ അതിനനുസരിച്ച് ആറിലും കുറവുണ്ടായിരിക്കും. എന്നാൽ ഈ ഐയും ആറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, സൈൻ ഐ ബൈ സൈൻ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സൈനും തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. Sin I by sin R gives a constant value. That constant value is named as, it is represented as n21. ഈ n21 എന്ന് പറഞ്ഞാൽ n2 by n1 എന്നാണ് വായിക്കേണ്ടത്. And n21 is named as refractive index. It is a constant for a pair of media. It is called refractive index of second media with respect to first media. രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ആരപേക്ഷിച്ച്? ഒന്നാമത്തെ മീഡിയത്തെ അപേക്ഷിച്ച്. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ മീഡിയം മാറുമ്പോൾ അതിന്റെ വില മാറും. മീഡിയം പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ആ വിലയാണ് sin I by sin R കണ്ടാൽ കിട്ടാൻ പോകുന്നത്. So this is the law that determines the process is refraction or not. Ratio of sin of I. What is I? Angle of incidence. That means sin of angle of incidence divided by sin of angle of refraction equal to refractive index of second media with respect to first media. This is called Snell's law. ഈ നിയമം നമ്മൾ പറയുന്ന റേ ഡയഗ്രാം അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ പ്രോസസ് റിഫ്രാക്ഷൻ ആയിരിക്കും. These are the important laws of refraction. നോക്കൂ, ഈ sin I by sin R കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് n2 by n1 എന്നാണ് വിളിച്ചത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇതിൽ n2ന്റെ വില n1നേക്കാൾ കൂടിയാൽ, അഥവാ n2 by n1ന്റെ വില 1നേക്കാൾ വലുതായാൽ അത്തരം മീഡിയങ്ങളെ വിളിക്കുന്ന പേരാണ് ഡെൻസർ മീഡിയം. അതേസമയം n2ന്റെ വില n1നേക്കാൾ കുറവായാൽ, എന്ന് വെച്ചാൽ n2 by n1ന്റെ വില 1നേക്കാൾ ചെറുതായാൽ അത്തരം മീഡിയങ്ങളെ വിളിക്കുന്ന പേരാണ് റയറർ മീഡിയം. ഇപ്പൊ മീഡിയങ്ങളെ തന്നെ രണ്ടായിട്ട് നമുക്ക് ഈ കോൺസ്റ്റന്റ് വിലയ്ക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ഡെൻസർ മീഡിയം എന്നും റയറർ മീഡിയം എന്നുമാണ് വിളിക്കുന്നത്. ഒരു ലൈറ്റ് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് സഞ്ചരിച്ചാൽ ആ ലൈറ്റ് റേ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഒരു ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് സഞ്ചരിക്കേണ്ടി വരുന്നത് എങ്കിൽ ലൈറ്റ് നോർമലിൽ നിന്നകലും. അപ്പൊ എവിടേക്ക് ബെൻഡിങ് വരണം എന്ന് തീരുമാനിക്കുന്ന ആള് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇവിടെ ഞാൻ എഴുതി വെച്ച n2 by n1 എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. ഇതിൽ ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ n2 by n1ൽ n1ന്റെ വില 1 ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ n2 എന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മാത്രം വരും. ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
എയറിനെ അപേക്ഷിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പേരാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ രണ്ട് തരത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട്, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട്. ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പേര് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. രണ്ടാമത്തെ മീഡിയത്തിന്റെ മാത്രം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയി കിട്ടും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ മീഡിയങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ആളുകളെ ഇങ്ങനെ രേഖപ്പെടുത്താം. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ്. അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വില അനുസരിച്ച് റയറർ മീഡിയം ആണ് എയർ. അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം വാട്ടർ ആണ്. അപ്പൊ ഇത് റയറർ ആണെങ്കിൽ ഇതിനെ നമുക്ക് ഡെൻസർ എന്ന് വിളിക്കാം, എയർന്ന് വാട്ടറിലേക്ക് പോയാൽ. അതിനേക്കാൾ കൂടിയ ആളാണ് ഗ്ലാസ്, അതിനേക്കാൾ കൂടിയ ആളാണ് diamond. That means when light travels from air to water, light is traveling from rarer to denser. നേരെ തിരിച്ചാണ് ലൈറ്റ് പോണതെങ്കിൽ വാട്ടറിൽ നിന്ന് എയറിലേക്കാണെങ്കിൽ 1.33 വിലയുള്ള മീഡിയത്തിൽ നിന്നും 1ലേക്കാണ് പോണത്. ഇതിന്റെ അർത്ഥം ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു rarer. When light travels from denser to rarer, it bend away from the normal. When light travels from rarer to denser, it bend towards normal. ഇപ്പൊ ഡയഗ്രാം എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചു എന്നുള്ളതിന്റെ കൃത്യമായ മറുപടിയുമായി ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്, റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ്. സോ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സ്നെൽസ് ലോയുടെ വിവിധ ഫോമുകൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. സ്നെൽസ് ലോയുടെ ബേസിക് ഫോം ഇതാണ്: sin I by sin R equal to n2 by n1. ഈ n2 by n1 കണ്ടുവന്നാൽ നമുക്കത് ഇങ്ങനെ കിട്ടും, v1 by v2 എന്ന് കിട്ടും. v1 by v2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ മീഡിയത്തിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ മീഡിയത്തിലെ വെലോസിറ്റി എന്നാണ്. അത് വേവ് ലെങ്ത്തിന്റെ ടേമിൽ എഴുതാണെങ്കിൽ ഇങ്ങനെ കിട്ടും, λ1 by λ2. ഇതൊക്കെ സ്നെൽസ് ലോയുടെ വിവിധ രൂപങ്ങളാണ്. n2 by n1 ഓർ v1 by v2 ഓർ λ1 by λ2. നോക്കൂ, ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ v1 എന്ന് പറയുന്ന വെലോസിറ്റിയുടെ വാല്യൂ 3 × 10⁻8 m/s ആണ്. അപ്പൊ അത് c എന്നുള്ള സിമ്പലിലാണ് കൊടുക്കാം. അപ്പൊ പിന്നെ v2 എന്നുള്ളത് v2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, v എന്ന് എഴുതാം. അതുകൊണ്ട് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ sin I by sin R is equal to n2 by n1 എന്നുള്ളത് n1ന്റെ വില 1 ആയി മാറും ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ. അപ്പൊ പിന്നെ n2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ n എന്ന് കിട്ടും. ആ മീഡിയത്തിന്റെ മാത്രം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും? v1 by v2, v1 c, v2 v. You get the equation sin I by sin R equal to n, that is equal to c by v. അതിന്റെ അർത്ഥം ഒരു മീഡിയത്തിന്റെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ n ഈക്വൽ ടു c by v എന്നാണ്. എയറിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ എന്താണ് ആ മീഡിയത്തിന്റെ വെലോസിറ്റി എന്ന് അറിഞ്ഞാൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാം. നേരെ തിരിച്ചും പറയാം, എന്താണ് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കിട്ടിയാൽ വെലോസിറ്റി പറയുന്നത് പോലെ എന്താണ് ആ മീഡിയത്തിന്റെ വെലോസിറ്റി എന്നുള്ളത് കിട്ടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പറയാൻ പറ്റും. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഓക്കെ അല്ലോ? ഓൾ ദീസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്നെൽസ് ലോ. ഒരു ലൈറ്റ് റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി മാറും, അതിന്റെ വേവ് ലെങ്ത് മാറും, പക്ഷെ അതിന്റെ ഫ്രീക്വൻസിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. അത് റയറർ ടു ഡെൻസർ ആയാലും ഡെൻസർ ടു റയറർ ആയാലും ഫ്രീക്വൻസി സെയിം ആണ്. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ പ്രോസസ് റിഫ്രാക്ഷൻ
there is no change in frequency. റയറിൽ നിന്ന് ഡെൻസറിലേക്ക് ലൈറ്റ് പോയാൽ വേവ് ലെങ്ത് കുറയും, ഡിക്രീസ് ചെയ്യും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷെ ഫ്രീക്വൻസി മാറില്ല. ദാറ്റ് റിമെയിൻസ് സെയിം. നേരെ തിരിച്ചും പറഞ്ഞൂടെ, ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വന്നാൽ വേവ് ലെങ്ത് കൂടും, വെലോസിറ്റി വർദ്ധിക്കും, അപ്പോഴും ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഒരു റിഫ്രാക്ഷൻ നടന്ന പ്രോസസ്സിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആളുടെ വില എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വിവിധ മീഡിയങ്ങളിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്ഷൻ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ആളാണ് റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് സ്ലാബ്. ഒരു ഗ്ലാസിന്റെ ചതുരക്കട്ടയിലൂടെ ലൈറ്റ് റിഫ്രാക്ഷൻ കാണിച്ചാൽ നോക്കൂ, ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസിന്റെ ചതുരക്കട്ടയിലേക്ക് കയറി തിരിച്ച് എയറിലേക്ക് തന്നെ വന്നാൽ അതിന്റെ റേ ഡയഗ്രം ഇങ്ങനെയായിരിക്കും. ഞാൻ ഒന്നാമത്തെ ലൈറ്റ് റേ PQ എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. PQ ഗ്ലാസിന്റെ സർഫസിൽ വന്നിടിക്കും. അപ്പൊ ഞാൻ അവിടെ ഒരു നോർമലി വരച്ചു, ആംഗിൾ പറയാം. ആംഗിളിന്റെ പേരെന്താ? I1. ഗ്ലാസ്സിലേക്ക് കയറുമ്പോ എവിടേക്ക് വളയണം? ശരിക്കും പോകേണ്ട ലൈന് ഡോട്ടർ ലൈനിൽ കാണിച്ചു, അത് ഗ്ലാസിന്റെ അടുത്തേക്ക് വളയും. കാരണം ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയത്തേക്ക് റയറിൽ നിന്ന് വന്നാൽ നോർമലിന്റെ അടുത്തേക്ക് വരണം. അപ്പൊ R1 എന്ന് പറയുന്ന ആംഗിളിൽ അത് റിഫ്രാക്ട് ചെയ്ത് അടുത്ത ഫേസിൽ നിന്നിടിക്കും. അടുത്ത ഫേസിന്റെ പ്രത്യേകത, ലൈറ്റ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഗ്ലാസിൽ നിന്ന് എയറിലോട്ടാണ്. ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം ആണ്. അപ്പൊ ഞാൻ അവിടുത്തെ ആംഗിൾ പറയാൻ വേണ്ടി അവിടെ നോർമൽ വരച്ചു, N2 എന്ന് പേര് നൽകി. ആ നോർമലുമായി വന്നിടിക്കുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ I2 എന്നാണ് വരേണ്ടത്. മനസ്സിലായല്ലോ? പക്ഷെ ഞാൻ അവിടെ രേഖപ്പെടുത്തിയത് R2 എന്നാണ്. അതിന് കാരണം ഒരു മീഡിയത്തിന്റെ ഉള്ളിൽ ഒരു സിമ്പലേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ പോലും ഇതിനെ I2 എന്ന് വിളിക്കില്ല, R2 എന്ന് വിളിക്കൂ. കാരണം ഇതിന്റെ ഉള്ളിലെ സിമ്പൽ R എന്ന് കൊടുത്തുപോയി. R1 ആണ് അവിടെ. അത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെൻസർ ടു റയർ ആയതുകൊണ്ട് നോർമലിൽ നിന്ന് അകലും. അപ്പൊ ഇതാണ് എമർജന്റ് റേ, RS. എമർജന്റ് റേ നോർമലും ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, സെക്കൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ R2 എന്നാണ് വരേണ്ടത്, പക്ഷെ എയറിൽ I സിമ്പൽ കൊടുത്തത് കൊണ്ട് ഇവിടെയും I സിമ്പൽ വന്നു. അപ്പൊ ഇത് ആംഗിൾ എന്തായി? I2. നോർമലിൽ നിന്ന് അകന്നു പോവാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്ലാസ് ലാബ് ഇല്ലായിരുന്നുവെങ്കിൽ ലൈറ്റ് നേരെ പോകേണ്ടതാണ്. ഗ്ലാസ് ലാബ് വന്നപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്ത് അവസാനം ഇറങ്ങിപ്പോയി. അതിന്റെ ഫലമായി ശരിക്കു പോകുന്ന ലൈറ്റും ഇറങ്ങിപ്പോകുന്ന ലൈറ്റും പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. ദർ ഇസ് നോ ബെൻഡിങ്. രണ്ട് ഡയറക്ഷനിലേക്ക് ബെൻഡിങ് നടന്നതിന്റെ ഫലമായി അവസാനം ഇറങ്ങിപ്പോകുന്ന ലൈറ്റ് ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനുമായി പാരലൽ ആയിട്ട് കടന്നു പോകും. അപ്പൊ ഗ്ലാസ് ലാബ് വെച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? നേരെ പോകേണ്ട സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയിട്ടാണ് ലൈറ്റ് ഇറങ്ങി പോകുന്നത്. സൈഡ് വേസ് ആയിട്ട് സംഭവിച്ച ഈ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഷിഫ്റ്റ്, and it is represented by D. That means when light passes through a glass slab, the bending of light occur in two directions. As a result, the direction of incident light and the direction of emergent light are parallel. Only there is a sideways shift in the direction of emergent ray from the actual path. That sideways shift in the actual path followed by light is known as lateral shift, and this is the refraction through glass slab. Okay, രണ്ടാമത്തെ റിഫ്രാക്ഷൻ നോക്കുക, റിഫ്രാക്ഷൻ ത്രൂ വാട്ടർ. വാട്ടറിലൂടെയുള്ള റിഫ്രാക്ഷൻ. ഞാൻ ഇവിടെ ഒരു ടാങ്ക് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ ടാങ്കിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ടാങ്കിന്റെ താഴ്ഭാഗത്ത് ഒരു കോയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ കോയിനെ നിങ്ങൾ എയറിൽ നിന്നുകൊണ്ട് കുറച്ചു മാറി നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്താൽ വാട്ടറിന്റെ താഴത്തെ ലെയറിൽ കിടക്കുന്ന ഈ കോയിന്റെ പൊസിഷൻ കുറച്ചു മുകളിലായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് വാട്ടറിന്റെ താഴത്തെ ബക്കറ്റിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കോയിൻ മുകളിലേക്ക് പൊന്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിന്റെ കാരണം വാട്ടറിൽ നിന്ന് കോയിൻ നിന്ന് വരുന്ന ലൈറ്റ് എയറിലേക്ക് കടക്കുകയും അത് ഒബ്സർവറുടെ നോക്കുന്ന ആളുടെ കണ്ണിൽ വന്ന് പതിക്കുകയും ചെയ്യുമ്പോൾ ലൈറ്റിന്റെ പാതയ്ക്ക് ഒരു ബെൻഡിങ് സംഭവിക്കും. ബെൻഡിങ്ങിന്റെ പേരെന്താ? റിഫ്രാക്ഷൻ. എന്നാൽ നമ്മുടെ കണ്ണിന് ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്ന അവസ്ഥ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണിനെ സംബന്ധിച്ച് ലൈറ്റ് എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ്.
കണ്ണിന്റെ ഈ പ്രോപ്പർട്ടി കാരണം ലൈറ്റിന്റെ ബെൻഡിങ് തിരിച്ചറിയാതിരിക്കുകയും അതിന്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷനിൽ അതിനെ കാണാതിരിക്കുകയും കുറച്ചും കൂടെ മുകളിലേക്ക് അതിന്റെ പൊസിഷൻ ഉയർന്നു വന്നതായിട്ട് തോന്നുകയും ചെയ്യും. ദാറ്റ് ഈസ് the position of the coin shifts to the upward direction. എത്ര മാത്രമാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് റിഫ്രാക്ഷന്റെ നിയമങ്ങളിൽ നിന്ന് കണ്ടെത്തുവാനും സാധിക്കും. ഇപ്പൊ O എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന കോയിനെ ഒബ്സർവർ കാണുക O പ്രൈം എന്ന് പറയുന്ന പുതിയ പൊസിഷനിലാണ്. ഇത് ഇവിടെയാണ്, ഇത്രയും ഉയരത്തിലേക്ക് വന്നു അതിന്റെ പൊസിഷൻ. അതുകൊണ്ട് O മുതൽ വാട്ടറിന്റെ സർഫസ് വരെയുള്ള ഈ അകലത്തെ വിളിക്കുന്ന പേര് OA എന്ന് പറയുന്ന ആളെ വിളിക്കുക വാട്ടറിന്റെ ശരിക്കുള്ള അകലം എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് റിയൽ ഡെപ്ത്, RD എന്നാണ് ലേബൽ ചെയ്യുക. എന്നാൽ ചെരിഞ്ഞു നോക്കുമ്പോൾ കോയിനെ കാണാൻ O പ്രൈം എന്ന് പറയുന്ന പുതിയ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ സർഫസിൽ നിന്ന് അതുവരെയുള്ള അകലം O പ്രൈം എയെ വിളിക്കുക അപ്പാരന്റ് ഡെപ്ത് എന്നാണ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ AD. അങ്ങനെയെങ്കിൽ ഈ കോയിന്റെ പൊസിഷനിൽ സംഭവിച്ച ചേഞ്ച് എത്രയുണ്ട്? പൊസിഷനിൽ സംഭവിച്ച ചേഞ്ചിനെ വിളിക്കുന്ന പേര് ഷിഫ്റ്റ് എന്നാണ്. ഷിഫ്റ്റ് ഇൻ പൊസിഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ d. എങ്ങനെ ഷിഫ്റ്റ് കണ്ടെത്തുക? ഷിഫ്റ്റ് D is equal to ശരിക്കുള്ള അകലത്തിൽ നിന്ന് അപ്പാരന്റ് ആയിട്ടുള്ള ഡെപ്ത് കുറച്ചാൽ ഈ അകലം കിട്ടും. സോ ഐ ക്യാൻ റൈറ്റ് ഷിഫ്റ്റ് ഇൻ പൊസിഷൻ D is equal to റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത്. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് ഡിറ്റർമിൻസ് ദ പൊസിഷൻ ചേഞ്ച് ഷിഫ്റ്റ്. ഇത് സ്നെൽസ് ലോ പ്രകാരം ചെയ്തു പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വാട്ടറിൽ നിന്ന് എയറിലേക്ക് ചാടുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു sin I by sin R വെച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടെത്തുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ NW ഇസ് ഈക്വൽ ടു കിട്ടാൻ പോകുന്നത് റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നാണ്. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എഴുതി പോണത്. ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ദ ഡെൻസർ മീഡിയം. അപ്പൊ ഇൻ ജനറൽ വാട്ടർ എന്നല്ല എഴുതേണ്ടത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഷിഫ്റ്റിലേക്ക് കൊടുത്താൽ ഷിഫ്റ്റ് D is equal to റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്തിനെ മാറ്റി എഴുതിയാൽ റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ n ഡെൻസർ. റിയൽ ഡെപ്ത് കോമൺ ആണ്. സോ ഇറ്റ് ഈസ് റിയൽ ഡെപ്ത് ഇൻറ്റു 1 മൈനസ് 1 ബൈ n ഡെൻസർ. This is the equation that is used to determine shift in position of an object when it is immersed in a denser medium. ഇനി റേ ഡയഗ്രം ഞാനൊന്ന് വിശദീകരിക്കാം. O എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചു. ഇവിടുന്ന് 2 ലൈറ്റ് റേ ആണ് ഞാൻ ഒബ്സർവറിലേക്ക് വലിക്കുന്നത്. ഒന്ന് ചെരിഞ്ഞുകൊണ്ട് വാട്ടർ സർഫസിൽ വീണു, OB എന്നാണ് അതിനെ രേഖപ്പെടുത്തുക. വരുന്ന ലൈറ്റും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ അത് റെപ്രസെന്റ് ചെയ്യുന്നത് I എന്നാണ്. I എന്ന് പറയുന്ന ആംഗിളിൽ ചെന്ന് ഇടിച്ചു. അതിനുശേഷം എയറിലേക്ക് ചാടി. ഡെൻസർ ടു റെയർ ആയതുകൊണ്ട് അത് നോർമലിൽ നിന്ന് അകന്നു, ഒബ്സർവറുടെ കണ്ണിൽ വന്ന് വീണു. ഇവിടെ വെച്ച് ബെൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലൈറ്റ് റേ കടന്നു പോകുന്നത് ഓയിൽ നിന്ന് എയിലൂടെയാണ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, നോർമലിലൂടെയാണ്. നോർമലിലൂടെ കടന്നു പോകുന്ന ലൈറ്റിന് ബെൻഡിങ് ഇല്ല, അത് നേരെ കടന്നു പോകും. അപ്പൊ ഒരു ലൈറ്റ് റേ മുകളിലോട്ടും ഒരു ലൈറ്റ് റേ ചെരിഞ്ഞ ഒബ്സർവറുടെ കണ്ണിലും വന്ന് വീഴും. കണ്ണിനെ സംബന്ധിച്ച് ഈ വളവ് തിരിച്ചറിയില്ല. അപ്പൊ കണ്ണു വിചാരിക്കുന്നത് നേരെ പുറകിൽ നിന്നാണ് ഈ ലൈറ്റ് വരുന്നത് എന്നാണ്. അപ്പൊ ഈ ലൈറ്റ് നേരത്തെ കടന്നു പോയിരുന്ന ലൈറ്റ് റേയുമായി കൂട്ടിമുട്ടും. ലൈറ്റുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇമേജ് ഉണ്ടാവും, അതാ പഠിച്ചു വെച്ചത്. അല്ലെങ്കിൽ കൂട്ടിമുട്ടിയതായി തോന്നുന്ന സ്ഥലത്ത് ഇമേജ് ഉണ്ടാവും. ഇവിടെ ഈ പോയിന്റിൽ റിഫ്രാക്റ്റഡ് ലൈറ്റുകൾ കൂട്ടിമുട്ടിയതായിട്ട് ഒബ്സർവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഓയിൽ കാണേണ്ട ഓബ്ജക്റ്റിന് ഇയാൾ O പ്രൈം എന്ന് പറയുന്ന പുതിയ പൊസിഷനിൽ കാണും. അപ്പൊ ഓയിൽ എല്ലാ ഒബ്സർവർ ഈ കോയിനെ കാണാൻ എവിടെയാ? O പ്രൈമിലാണ്. ഷിഫ്റ്റ് ചെയ്ത പൊസിഷൻ. ആ ഷിഫ്റ്റ് ആണ് എഴുതി വെച്ചുള്ളത് റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത്. ഓക്കെ, ഈ ഇക്വേഷന്റെ ഈ എഴുതി വെച്ച ഇക്വേഷന്റെ ഡെറിവേഷൻ ഇതിലില്ല എന്നുള്ളത് കൊണ്ട് ഇക്വേഷൻ മാത്രം പറഞ്ഞു പോയിരിക്കാം. ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഷിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ആ ആള് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഷിഫ്റ്റ് കണ്ടെത്തുക? തേർഡ് എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷത്തിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്ഷൻ.
അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഫിനോമിനയാണ് ഡേ ടൈം ഇൻക്രീസസ് ബൈ 4 minutes. പകൽ സമയം, പകലിന്റെ ദൈർഘ്യം അന്തരീക്ഷത്തിലൂടെയുള്ള ലൈറ്റിന്റെ റിഫ്രാക്ഷൻ കാരണം 4 മിനിറ്റ് എല്ലാ ദിവസവും വൈകുന്നുണ്ട്. എങ്ങനെയാണ് എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കുക, ഇതാണ് എർത്ത് എന്ന് വിചാരിക്കാം. എർത്തിന്റെ സർഫസിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് കാണാൻ പറ്റുന്ന കണ്ണിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പരിധിയെ നമ്മൾ വിളിക്കുന്ന പേര് ഹൊറിസോൺ എന്നാണ്. ഇതിന്റെ താഴേക്ക് ഇയാൾക്ക് കാണാൻ പറ്റില്ല. ഇതിന്റെ മുകളിലേക്കുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അന്തരീക്ഷത്തിന്റെ ലെയറുകളാണ് ഞാൻ ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ തലയ്ക്ക് മുകളിൽ മൊത്തം വായുവിന്റെ ലെയറുകളാണ്. എന്താ വായുവിന്റെ ലെയർ? അന്തരീക്ഷത്തിന്റെ അവസ്ഥ നമുക്ക് തലയ്ക്ക് മുകളിൽ ഏറ്റവും ഡെൻസിറ്റി ഉള്ള വായുവാണ്, നോർമൽ അവസ്ഥയാണ്. മുകളിലേക്ക് 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 പോകും തോറും വായുവിന്റെ ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഒരു ലൈറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണ് വരിക. അത് നോർമലിന്റെ അടുത്തേക്ക് വളയണം. ഞാൻ ഹൊറിസോണിന് താഴെ നിൽക്കുന്ന സൂര്യനെ നോർമലി ഇയാൾ കാണാൻ പാടില്ല. കാരണം ഹൊറിസോണിന്റെ പരിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ പരിധിയാണ്. അതിന്റെ താഴെ നിൽക്കുന്ന സൂര്യൻ ലൈറ്റ് റേ അന്തരീക്ഷത്തിൽ വന്ന് പതിക്കുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ വായുവിൽ നിന്ന് ഡെൻസിറ്റി കൂടിയ വായുവിലേക്കാണ് വരിക. അപ്പൊ അവിടെ ഒരു നോർമൽ വരച്ചാൽ നേരെ പോകുന്ന ലൈറ്റ് നോർമലിന്റെ അടുത്തേക്ക് വളയും. അങ്ങനെ ഡിഫറെന്റ് ലെയറിലൂടെ കടന്ന് വരുമ്പോൾ അത് നോർമലിന്റെ അടുത്തേക്ക് വളഞ്ഞ അവസാനം ഒബ്സർവറുടെ കണ്ണിൽ വന്ന് വീഴും. അപ്പൊ ലൈറ്റ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് ഒബ്സർവർക്കാറില്ല. ഒബ്സർവറുടെ കണ്ണിൽ ലൈറ്റ് എങ്ങനെ മാത്രമേ സഞ്ചരിക്കുള്ളൂ? നേരെ മാത്രമേ സഞ്ചരിക്കുന്നതായിട്ട് തിരിച്ചറിയാൻ പറ്റൂ. അതിന്റെ ഫലമായിട്ട് ഈ ഒബ്സർവർ നേരെ പുറകിൽ ഈ താഴെ നിൽക്കുന്ന ഹൊറിസോണിന്റെ താഴെയും ഇതുവരെയും ഉദിച്ചു പൊങ്ങിയിട്ടില്ലാത്ത സൂര്യനെ അന്തരീക്ഷത്തിന്റെ മുകളിൽ കാണും. ആക്ച്വലി സൂര്യൻ ഹൊറിസോണിന്റെ താഴെയാണ്. ഏകദേശം ശരിക്ക് ഉദിച്ചെത്തുന്നതിനേക്കാൾ 2 മിനിറ്റ് മുൻപ് തന്നെ ഹൊറിസോണിന് താഴെയുള്ള ഈ സൂര്യനെ അന്തരീക്ഷത്തിന്റെ മുകളിൽ കാണാൻ ഈ ഒബ്സർവർക്ക് പറ്റും. അതിന്റെ അർത്ഥം 2 മിനിറ്റ് സൂര്യന് അധിക നേരം ഉദിക്കുന്ന സമയത്ത്, സൺറൈസിന്റെ സമയത്ത് പറ്റും. ഇനി കറങ്ങി നട്ടുച്ചയും കഴിഞ്ഞ് ഇവിടെ അസ്തമിക്കുകയാണ്. അസ്തമിച്ചു കഴിഞ്ഞാൽ, നോർമലി അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒബ്സർവർ കാണാൻ പാടില്ല സൂര്യനെ. പക്ഷെ ഹൊറിസോണിന്റെ താഴെ അസ്തമിച്ചു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ സംഭവിച്ച ഫിനോമിന ഇവിടെയും ഉണ്ടാവും. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് താഴത്തെ ലെയറിലേക്ക് ഇറങ്ങുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് വളഞ്ഞ് ഒബ്സർവറുടെ കണ്ണിൽ വീഴും. ഒബ്സർവർക്ക് ബെൻഡിങ് തിരിച്ചറിയോ? ഇല്ല. അയാളെ സംബന്ധിച്ച് ലൈറ്റ് നേരെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അയാൾ നേരെ പുറകിൽ സൂര്യനെ വീണ്ടും കാണും. ഈ ഇവിടെ കാണുന്ന സൂര്യൻ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ? ഇല്ല, അത് താഴെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ കാണേണ്ടി വരുന്നത്? അന്തരീക്ഷത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ, റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ, ബെൻഡിങ് സംഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ ബെൻഡിങ് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുള്ളത് കൊണ്ട് ഒബ്സർവർ സൂര്യനെ നേരെ മുകളിൽ കാണും. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇവിടെയും സൂര്യനെ എങ്ങനെ കാണാം. അപ്പൊ ഉദിക്കുന്നതിനേക്കാൾ മുൻപ് 2 മിനിറ്റ് നേരം കിട്ടി പകൽ സമയം, അസ്തമിച്ച് കഴിഞ്ഞിട്ടും 2 മിനിറ്റ്. മൊത്തത്തിൽ പകൽ സമയം അഥവാ സൂര്യനെ കാണുന്ന, സൂര്യപ്രകാശം കാണുന്ന സമയം 4 മിനിറ്റ് വർദ്ധിക്കും. ഡേ ടൈം ഇൻക്രീസസ് ബൈ 4 minutes ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? 2 മിനിറ്റ് ഉദിക്കുന്നതിന് മുൻപ് കിട്ടും, 2 മിനിറ്റ് അസ്തമിച്ച് കഴിഞ്ഞാലും കിട്ടും. ടോട്ടൽ ഡേ ടൈം 4 മിനിറ്റ് അന്തരീക്ഷത്തിലൂടെയുള്ള റിഫ്രാക്ഷന്റെ ഭാഗമായി സഞ്ചരിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എന്താ? ലൈറ്റിന്റെ ബെൻഡിങ് നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണിനെ സംബന്ധിച്ച് ലൈറ്റ് എപ്പോഴും പോകുന്നത് എങ്ങനെയാ? സ്ട്രെയിറ്റ് ആയിട്ടാണ്. ആ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിൽ തന്നെ വരുന്ന വേറെ എക്സാമ്പിൾ ആണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. നക്ഷത്രത്തിന്റെ വെട്ടിത്തിളക്കം എങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നക്ഷത്രം തിളങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്? നക്ഷത്രത്തിന്റെ തിളക്കത്തിന് കാരണം അന്തരീക്ഷത്തിലൂടെയുള്ള റിഫ്രാക്ഷൻ ആണ്. എന്താണ് അന്തരീക്ഷത്തിന്റെ അവസ്ഥ? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഡെൻസിറ്റി കൂടി വരികയാണ്. ആ ഡെൻസിറ്റി ആണെങ്കിൽ വായു നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഡെൻസിറ്റി എപ്പോഴും സ്ഥിരമാണോ? അല്ല. ഡെൻസിറ്റിയുടെ വില നല്ല കനമുള്ള എയറിന്റെ ലെയർ കടന്നു പോകുമ്പോൾ ഡെൻസിറ്റി കൂടും. പിന്നീട് വരുന്നത് കനം കുറഞ്ഞ എയറിന്റെ ലെയർ ആണെങ്കിൽ ഡെൻസിറ്റി കുറയും. അതിന്റെ അർത്ഥം അന്തരീക്ഷത്തിലെ വായുവിന്റെ ഡെൻസിറ്റി നിരന്തരം ഫ്ലക്ച്വേഷന് വിധേയമാണ്. ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിൽ റേ ഡയഗ്രം വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലൂടെ ഒരു നക്ഷത്രത്തിലെ ലൈറ്റ് ഒബ്സർവറുടെ കണ്ണിൽ വന്ന് വീണാൽ അത് നോർമലിലേക്ക് അടുത്ത് വന്ന് വീഴും. പക്ഷേ ആ കടന്നു വരുന്ന അന്തരീക്ഷത്തിന്റെ വായുവിന്റെ ഡെൻസിറ്റി ഇടയ്ക്കിടയ്ക്ക് മാറും. ഡെൻസിറ്റി മാറുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന പാതയ മാറ്റം വന്നു. ആ പാതയിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ണിന് തിരിച്ചറിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല.
അതിന്റെ അർത്ഥം ഇവിടെ കാണേണ്ട സ്റ്റാറിന് നല്ല ഡെൻസിറ്റി കൂടിയ എയർ വന്ന് ഫ്ലക്ച്വേഷനിലേക്ക് പോയാൽ പുതിയ പൊസിഷനിൽ കാണും. വീണ്ടും എയറിന്റെ ഡെൻസിറ്റി മാറിയാൽ അടുത്ത പൊസിഷനിലേക്ക് അത് മാറും. അങ്ങനെ നിരന്തരം സ്റ്റാറിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അന്തരീക്ഷത്തിലെ വായുവിന് കൃത്യമായിട്ടൊരു ഡെൻസിറ്റി ഇല്ല. ദാറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഡെൻസിറ്റി എയർ. ഫ്ലക്ച്വേറ്റിംഗ് ഡെൻസിറ്റി എയറിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ദാറ്റ് പൊസിഷൻ ചേഞ്ച് ഓഫ് ദ സ്റ്റാർ അപ്പിയർ ആസ് ഇറ്റ്സ് ടിംഗ്ലിംഗ് ഇഫക്റ്റ്. നക്ഷത്രത്തിന്റെ വെട്ടിത്തിളക്കം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? നക്ഷത്രത്തിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കതിന്റെ ബ്ലിങ്കിങ് ഇഫക്റ്റ് ആയിട്ട്, വെട്ടിത്തിളക്കമായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എയർ. ആ റിഫ്രാക്ഷൻ സ്റ്റേബിൾ അല്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലമായി പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സ്റ്റാറിന്റെ. ദാറ്റ് പൊസിഷൻ ചേഞ്ച് ഓഫ് സ്റ്റാർ അപ്പിയർ ആസ് ടിംഗ്ലിംഗ് ഇഫക്റ്റ്. ഇനി വലിയ ഡെൻസിറ്റി ഫ്ലക്ച്വേഷൻ വന്നാലേ ഈ നക്ഷത്രത്തിന്റെ പൊസിഷൻ വലിയ ദൂരത്തേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിന്റെ പൊസിഷൻ നോക്കുമ്പോൾ നക്ഷത്രം ഓടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. നക്ഷത്രം ഓടുണ്ടോ? ഇല്ല. അതിന് കാരണം ലൈറ്റ് കടന്നു പോകുന്ന പാതയിലുള്ള എയറിന്റെ ഡെൻസിറ്റി വലിയ വ്യതിയാനത്തിന് വിധേയമാകുമ്പോൾ പൊസിഷൻ ചേഞ്ചും വലുതാവും. അത്തരം പൊസിഷൻ ചേഞ്ചുകൾ അന്തരീക്ഷത്തിൽ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. നക്ഷത്രങ്ങൾ ഓടുന്നതായിട്ട് തോന്നും. ചിലപ്പോൾ ഓടിയ നക്ഷത്രങ്ങൾ തിരിച്ചു വരുമൊക്കെ കാണും. ആക്ച്വലി നക്ഷത്രം ഒന്നും അറിയുന്നില്ല, അത് സ്റ്റേബിൾ ആയിട്ട് അവിടെ ബേൺ ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം അന്തരീക്ഷത്തിലെ വായുവിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോഴുള്ള പൊസിഷൻ ചേഞ്ച് ആണ്, റിഫ്രാക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് നമുക്ക് വളഞ്ഞതും തിരിഞ്ഞതൊന്നും തിരിച്ചറിയാൻ പറ്റുകയുമില്ല. നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് ലൈറ്റ് എപ്പോഴും എങ്ങനെയാ പോണേ? നേരെയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫിനോമിനയാണ് നക്ഷത്രത്തിന് വെട്ടിത്തിളക്കം ഉണ്ടാക്കുന്നത്. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. Okay.